When Bill Clinton and Tony Blair created the global leftist liberal network in the 90s, they were called statesmen. Today, when Trump, Meloni, Milei, or maybe Modi talk, they are called a threat to democracy. This is the left's double standard. But we're used to it. We are used to it. ഞങ്ങൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുകയും അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യുന്നു. ബിസിനസ്സുകളെയും പൗരന്മാരെയും ഇടതുപക്ഷ ഭ്രാന്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതിനാലാണ് ജനം തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതെന്നാണ് മെലോണി വ്യക്തമാക്കുന്നത്. ട്രംപ് യൂറോപ്പിൽ നിന്ന് അകന്നു പോകുമെന്നാണ് ഇടത് ലിബറലുകൾ കരുതുന്നതെന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. And the good news is people no longer believe in their lies. Despite all the mud they throw at us, citizens keep voting for us. Because simply, people are not naive as the left considers them. They vote for us because we defend freedom. We love our nations. We want secure borders. We preserve businesses and citizens from the green leftist insanity. We defend family and life. We fight against wokeism. We protect our sacred right to our faith and our free speech. And we stand for common sense. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ആഗോള യാഥാസ്ഥിതികരുമായി ചേർന്നു നിൽക്കുന്ന ശക്തനായ നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് മെലോണി പറയുന്നത്. യാഥാസ്ഥിതികർ വിജയിക്കുന്നത് മാത്രമല്ല, യാഥാസ്ഥിതികർ ഇപ്പോൾ ആഗോളതലത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ഇടതുപക്ഷത്തെ പരിഭ്രാന്തിയിലാക്കുന്നു. ട്രംപിന്റെ വിജയത്തോടെ ഇത് വർദ്ധിച്ചെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ വിഷയത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത തുടരുമ്പോഴാണ് മെലോണിയുടെ പ്രസ്താവന വരുന്നത്. ട്രംപ് ഭരിക്കുന്ന അമേരിക്കയും യൂറോപ്പും ഒരേ താൽപര്യത്തോടെ മുന്നോട്ടു പോകും എന്ന സൂചനയാണ് മെലോണി നൽകുന്നത്. ട്രംപ് യൂറോപ്പിൽ നിന്ന് അകലുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം നിരാശരാകേണ്ടി വരുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള യാഥാസ്ഥിതിക പ്രത്യയശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സഖ്യമാകാനാണ് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പുതിയതും ശാശ്വതവുമായ ഒരു രാഷ്ട്രീയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോകുകയാണ്. അത് വരും തലമുറകളിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തെ നയിക്കും എന്നായിരുന്നു മേരിലാൻഡിലെ നാഷണൽ ഹാർബറിൽ സംഘടിപ്പിച്ച കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്